കഴിഞ്ഞ ബഡ്ജറ്റ് അവതരണത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം പണിയുന്നതിന് വേണ്ടിയിട്ട് ഒരു 50 കോടിയുടെ പ്രഖ്യാപനം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതേ പറ്റിയിട്ട് ഞാൻ ആദ്യം ഒരു വീഡിയോ ഇൻസ്റ്റയിൽ ചെയ്തിരുന്നു, ബട്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്തിരുന്നു. കാരണം അതിൽ എനിക്ക് കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. സോ ഞാൻ അതേ പറ്റിയിട്ട് പിന്നീട് ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. സോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തിലൊരു 2-3 കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. വീഡിയോ ലെങ്ത് ഉണ്ടെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കുക എല്ലാവരും. ഇപ്പൊ നമുക്ക് ആദ്യം തന്നെ 50 കോടിയുടെ പ്രഖ്യാപനം. അപ്പൊ ഞാൻ പല ആളുകളോടും ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. ഇപ്പം അതിപ്പോ രാഷ്ട്രീയക്കാരായിട്ടുള്ള ആളുകൾ, അപ്പൊ അങ്ങനെയുള്ള എല്ലാ ആളുകളോടും ചർച്ച ചെയ്തപ്പോൾ ഈ 50 കോടിയാണോ മൊത്തത്തിലുള്ള ബഡ്ജറ്റ്, അതോ ഇതൊരു ആദ്യ ഗഡു, അതായത് നമ്മുടെ ഇതിന്റെ ആദ്യത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആണോ ഈ 50 കോടി? അപ്പൊ ഒരു നീക്കിയിരിപ്പ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിലൊരു വ്യക്തത ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഒരാൾ പറഞ്ഞത് ഈ 50 കോടിയേ ഉള്ളൂ, പിന്നെ ബാക്കി നമുക്ക് ഇത് 50 കോടി കൊണ്ട് എന്തായാലും ഒരു സ്റ്റേഡിയം പണിയാൻ പറ്റില്ല, അതായത് ഒരു ഫിഫ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്റ്റേഡിയം പണിയാണെങ്കിൽ എന്തായാലും 50 കോടി കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. സോ അതുകൊണ്ട് കൂടുതൽ കോർപ്പറേറ്റ്സുകളെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും, അങ്ങനെ ബഡ്ജറ്റ് കണ്ടെത്തും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇത് ആദ്യ ബഡ്ജറ്റാണ്, ഇതിന് ബാലൻസ് നമ്മൾ പണിയൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ബാലൻസ് ബഡ്ജറ്റ് അടുത്ത ബഡ്ജറ്റിൽ സ്റ്റേഡിയത്തിനുള്ള ഫുൾ ബഡ്ജറ്റ് ഒക്കെ വരും, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തന്നെ വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സ്റ്റേഡിയം പണിയണമെങ്കിൽ എന്തൊക്കെ ചെലവുകൾ ഉണ്ട് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒരു ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ സ്റ്റേഡിയം പണിയണം എന്നുണ്ടെങ്കിൽ 150 to 500 മില്യൺ ഡോളർ, അതാണ് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ ശരിക്കും ചെലവ് വരുന്നത്. അതായത് ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ 1200 കോടി മുതൽ 4200 കോടി വരെ വന്നേക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ ഇപ്പം നമുക്ക് കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ ഒക്കെ ഒരു എന്താ പറയാ ഈ സ്ഥലത്തിന്റെ വില, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 30,000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേഡിയം വേണമെങ്കിൽ നമുക്കൊരു 350 കോടി രൂപയ്ക്ക് പണിയാവുന്നതാണ്. അപ്പം ഏറ്റവും കുറഞ്ഞത് നമുക്കൊരു 350 കോടി രൂപ എങ്കിലും വേണ്ടി വരും എന്നുള്ളതാണ്. സോ നമുക്കിപ്പോൾ ഒരു 50 കോടി മാത്രമാണ് പ്രഖ്യാപനം വന്നിട്ടുള്ളത്. ബാക്കിയുള്ള എമൗണ്ട് ഒന്നെങ്കിൽ പുറകെ വരുമായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഗവൺമെന്റ് അത് കണ്ടെത്തുമായിരിക്കും. നമുക്കറിയാം 1996 കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം പണിയുന്നത്. അന്ന് അതിന് ഏകദേശം 19 കോടി രൂപ മുടക്കിയിട്ടാണ് ആ സ്റ്റേഡിയം പണിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 2017 അണ്ടർ 17 ഫിഫ വേൾഡ് കപ്പ് കൊച്ചിയിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് അതിന്റെ ഒരു എന്താ പറയാ മെയിന്റനൻസിന് വേണ്ടി മാത്രം അന്ന് 25 കോടി രൂപ ചെലവായിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പം സ്റ്റേഡിയം പുതുക്കി കുറെ കാര്യങ്ങൾ പുതിയതാക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി പോലും മുടക്കിയപ്പോ 70 കോടി രൂപ ചെലവായി. ഇപ്പോ അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റേഡിയം പണിയുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ബഡ്ജറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഈ 350 കോടിയിൽ നിൽക്കുമോ എന്നുള്ളത് സംശയമാണ്. 350 കോടി വരെ വളരെ ചെറിയൊരു ബഡ്ജറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊരു 30,000 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള സ്റ്റേഡിയത്തിന്റെ കാര്യമാണ് കേട്ടോ. അപ്പോ ഇത്രയും വലിയൊരു ചെലവ് നമുക്കുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മളൊരു ഫിഫ നിലവാരത്തിലെ സ്റ്റേഡിയമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന് ഫിഫ ലൈസൻസ് ഇല്ല എന്നുള്ള കാര്യം അറിയാം. സോ ആ ഒരു കാരണത്താലാണ് അർജന്റീനയെ നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ഏകദേശം എത്തിച്ചതാണ്. പക്ഷെ ഫിഫ ലൈസൻസ്ഡ് അല്ലാത്ത സേഫ്റ്റിയുടെ പ്രശ്നം കാരണമാണ് ഫിഫ ലൈസൻസ് ഈ സ്റ്റേഡിയത്തിന് ഇല്ലാത്തത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതായത് ചുറ്റും എന്താ പറയാ സ്റ്റേഡിയത്തിന് ചുറ്റും കടകള്, അതേപോലെ റെസ്റ്റോറന്റുകൾ, അവിടെ ഗ്യാസ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല സേഫ്റ്റി പ്രിക്കോഷൻസിൽ ഭയങ്കര താഴെയാണ് കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതിന്റെ പേരിലാണ് ഇതിപ്പോഴും നമുക്ക് ലൈസൻസ് കിട്ടാത്തത്. അപ്പോൾ ഇനി പണിയാൻ പോകുന്ന സ്റ്റേഡിയം ഒരു ഫുട്ബോളിന് വേണ്ടി മാത്രമുള്ള സാധനം ആയിരിക്കണം. അതൊരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് പണിയുന്നതെങ്കിൽ അതൊരു ഫുട്ബോൾ സ്റ്റേഡിയം മാത്രമായിരിക്കണം എന്നുള്ളതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഗവൺമെന്റുകൾ സ്റ്റേഡിയം പണിയുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം ഗവൺമെന്റ് എപ്പോഴും നോക്കുന്നത് ഒരു പാക്കേജ് ആയിട്ടൊരു സ്റ്റേഡിയം പണിയുക എന്നുള്ളതാണ്. ഇപ്പോ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നടക്ക്, അതിന്റെ ചുറ്റും മറ്റേ സിന്തറ്റിക് ട്രാക്ക്, അപ്പുറത്ത് വോളിബോൾ കളിക്കാനുള്ള ഒരു കോർട്ട്, ഇപ്പുറത്ത് ലോങ് ജമ്പ്, ഹൈ ജമ്പ്, ജാവല്, എന്തൊക്കെ എറിയാൻ പറ്റുമോ എന്തൊക്കെ ചാടാൻ പറ്റുമോ അതെല്ലാം അവിടെ കൊണ്ടുവെക്കും. എന്നിട്ടൊരു അത്ലറ്റിക് സ്റ്റേഡിയം എന്നുള്ള ആ ഒരു സ്ട്രക്ചറിലായിരിക്കും ഈ ഗവൺമെന്റുകൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള എല്ലാ ഗവൺമെന്റുകളും പണിയുന്നത് അങ്ങനെയാണ്. അവരൊരു പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയം പണിയാറില്ല. ഒരു പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ ഗ്യാലറി ഒക്കെ എപ്പോഴും ഗ്രൗണ്ടുമായിട്ട് ക്ലോസ് ആയിരിക്കണം, ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കണം. സോ അവിടെ കളിക്കുന്ന ടീമിന് അവരുടെ ഹോം അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ കഴിയണം, ഫാൻസിന് റോൾ ഉണ്ടാവണം. അങ്ങനെയൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടുമായിട്ട് ഗ്യാലറി ഭയങ്കര ക്ലോസ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കളിയൊക്കെ ഗ്യാലറിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര അലമുറയായിട്ട് ചാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ചാൻഡൊക്കെ ഗ്രൗണ്ടിലൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. അപ്പോൾ നമ്മൾ അത്രയും, കാരണം ഒന്നാമത്തെ കേസ് കൊച്ചി സ്റ്റേഡിയം എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഗാലറിയാണ് അവിടെ ഉള്ളത്. ഒരിക്കലും ഒരു ഫുട്ബോളിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഗാലറി അല്ല കൊച്ചിയിലുള്ളത്. ഭയങ്കര വൈഡ് ആയിട്ടിരുന്ന് നമ്മൾ ചാൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇനി ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് പണിയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ
പ്ലീസ് അതൊരു ഫുട്ബോൾ സ്റ്റേഡിയം തന്നെ പണിയുക, ഒരു അത്ലറ്റിക് സ്റ്റേഡിയം എന്നുള്ള ഒരു കോംബോ പാക്കിലേക്ക് പോകാതെ അതൊരു ഫുട്ബോൾ സ്റ്റേഡിയമായി പണിയാൻ തന്നെ ശ്രമിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പൊ നമ്മുടെ ഫുട്ബോളിന്റെ വലിയ ലെഗസി പറയുന്ന സാറ്റലൈറ്റ് പോലും അതും ഒരു അത്ലറ്റിക് സ്റ്റേഡിയം ആയിട്ട് തന്നെയാണ് പണിത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഗോവയിൽ ഫെറ്റോഡയിൽ പോയാലും അങ്ങനെ ഓരോ സ്റ്റേഡിയത്തിൽ പോയാലും നമ്മുടെ ഗ്രൗണ്ടിന് പുറത്തൊരു സിന്തറ്റിക് ട്രാക്ക് എങ്കിലും കാണും എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വൈ മലബാർ എന്നുള്ളതാണ്. എന്തുകൊണ്ട് മലബാറിലേക്ക് സ്റ്റേഡിയം കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമുക്ക് മാക്സിമം സെന്റർ, അതായത് കേരളത്തിന്റെ സെന്റർ പിടിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾക്ക് റീച്ച് ആവാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരിക്കണം. സോ അത് ഏറ്റവും നല്ലത് കൊച്ചി തന്നെയാണ്. ഇപ്പോ നമ്മുടെ കൊച്ചിയിൽ ഇപ്പൊ കൊച്ചി സ്റ്റേഡിയം ഉണ്ട്. സോ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നോക്കിയിട്ട് നമുക്കിപ്പോ ഈ ഒരു സ്റ്റേഡിയം എന്നുള്ള പ്ലാൻ മാറ്റി വെച്ചിട്ട് കൊച്ചി സ്റ്റേഡിയം, നമ്മുടെ ഇപ്പോൾ ഉള്ള സ്റ്റേഡിയം നെഹ്റു സ്റ്റേഡിയം ഒന്ന് പൊളിച്ചു പണിത് അതൊരു ഫുട്ബോൾ സ്റ്റേഡിയം എന്ന സ്ട്രക്ചറിലോട്ട് മാറ്റുന്നതല്ലേ ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. നമ്മൾ വെറുതെ ക്യാഷ് കളയാതെ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയാ ഒരു പ്രാക്ടിക്കലായിട്ടോ അല്ലെങ്കിൽ കുറച്ച് സ്മാർട്ടായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം മലബാറിൽ സ്റ്റേഡിയം പണിയണ്ട എന്നല്ല ഞാൻ പറയുന്നത്. എന്നെ സംബന്ധിച്ചിട്ട് ഓരോ ജില്ലയിലും ഓരോ ഇന്റർനാഷണൽ സ്റ്റേഡിയം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. നമ്മുടെ SLKക്കൊക്കെ അത് ഒരുപാട് ഗുണം ചെയ്യുമായിരിക്കും. ഓരോ ജില്ലയിൽ നിന്നും SLKയിലേക്ക് ടീമുകൾ, ഓരോ ക്ലബ്ബുകൾ വരികയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഓരോ ഹോം സ്റ്റേഡിയംസ് ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മുടെ ഫുട്ബോൾ കൾച്ചർ, ഫാൻ കൾച്ചർ ഇതൊക്കെ ഭയങ്കരമായിട്ട് വളരാനൊക്കെ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. പക്ഷെ ഇപ്പം നമുക്ക് ഒരു സ്റ്റേഡിയം തന്നെ പണിയുന്നത് വലിയ സംഭവം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മൾ 14 സ്റ്റേഡിയം പണിയാൻ പോകുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ എന്നാലും കൊച്ചിയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ കളി കാണാൻ പോകുമ്പോഴും നമുക്കൊക്കെ ഒരു വിചാരമുണ്ട് വടക്കൻ കേരളത്തിൽ മാത്രമാണ് ഫുട്ബോൾ ആസ്വാദകർ കൂടുതലായിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കേരളത്തിന്റെ എല്ലായിടത്തും, അതായത് കാസർഗോഡ് ടു ട്രിവാൻഡ്രം ഫുട്ബോൾ ആരാധകരുണ്ടെന്നുള്ളതാണ്. ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ കളിയൊക്കെ കണ്ടിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് ഇപ്പൊ കായംകുളമാണ് ഞാൻ ഇറങ്ങുന്നത്. റെയിൽവേ സ്റ്റേഷൻ ഞാൻ കായംകുളം ഓർ മാവേലിക്കരയാണ് ഇറങ്ങുന്നത്. ഞാൻ അവിടുന്ന് ട്രെയിനിൽ ഇങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിലേക്ക് നിൽക്കാൻ സ്ഥലം കാണുന്നില്ല. കാരണം ട്രിവാൻഡ്രം വരെയും ആളുകളുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് ട്രാവൽ ചെയ്ത് കൊച്ചിയിൽ വന്ന് കളി കണ്ടു പോകുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഒക്കെ ഇപ്പൊ അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഓരോ മത്സരത്തിനും വേണ്ടിയിട്ട് ടിക്കറ്റ്സ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ വരെ അറിയാം. അപ്പോൾ ഫാൻസ് എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ്. നമ്മളിപ്പോ ഈ ഫിഫ വേൾഡ് കപ്പിന്റെ സീസൺ ആണ്. ഈ സമയത്ത് തന്നെ കണ്ടില്ലേ, നമ്മൾ എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് ഫ്ലെക്സുകൾ പൊങ്ങുന്നതും കട്ടൗട്ട് പൊങ്ങുന്നതും ഒക്കെ. അപ്പോൾ മലബാറിൽ മാത്രമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ആരാധകരുണ്ട്. അപ്പം എല്ലാവർക്കും റീച്ച് ആവാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ നമുക്കിവിടെ ISL കളിക്കുന്ന നമ്മുടെ ക്ലബ്ബ് എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് ആണ്. സോ ബ്ലാസ്റ്റേഴ്സിന് കുറച്ചുകൂടി എന്താ പറയാ അവർക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം കൂടി ആണെങ്കിൽ അതും വളരെ നന്നായിരിക്കും. അപ്പോൾ മലബാറിലേക്ക് പോയാൽ ഇപ്പോൾ ഗോകുലം FC ഒക്കെ കുറച്ച് ആക്സസിബിൾ ആയിരിക്കും. അതും വളരെ നല്ല കാര്യമാണ്. പക്ഷെ എന്നാലും നമുക്കിപ്പോൾ ഉള്ള സ്റ്റേഡിയംസ് ഉണ്ട്. ഇപ്പൊ EMS സ്റ്റേഡിയം ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൊച്ചി സ്റ്റേഡിയം ആണെങ്കിലും ഒക്കെ, ഇപ്പൊ ട്രിവാൻഡ്രത്തെ സ്റ്റേഡിയം ആണെങ്കിലും ഒക്കെ, ഇതൊക്കെ റിനോവേറ്റ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ പുതുക്കി പണിത് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം എന്നുള്ള സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ലേ ഏറ്റവും സ്മാർട്ടായിട്ടുള്ളൊരു കാര്യം. അല്ല പുതിയൊരു സ്റ്റേഡിയം പണിയുക എന്നതിനേക്കാൾ നല്ലത് നമുക്കുള്ള സ്റ്റേഡിയംസിനെ ഒരു സ്റ്റേഡിയമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അത് ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ്, ആരാണെങ്കിലും അവർ ചർച്ച ചെയ്ത് ഫുട്ബോൾ എന്ന ആ ഒരു കൾച്ചർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. നമ്മൾ ഫുട്ബോൾ സ്റ്റേഡിയമായി തന്നെ പണിയാൻ ശ്രമിക്കുക. മാക്സിമം ഇപ്പൊ നമ്മുടെ കായിക മന്ത്രി ആണെങ്കിലും നമ്മുടെ മിനിസ്റ്റർ ആണെങ്കിലും ഒക്കെ ഒരുപാട് ഐഡിയാസ് പറയുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഫുട്ബോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ തന്നെ ഒരുപാട് ആളുകൾ, അവർക്ക് നല്ല ഐഡിയാസ് ഉണ്ട്. അപ്പം സ്റ്റേഡിയംസ് വേണം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരുപാട് ഫുട്ബോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. സോ അവരായിട്ടൊക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്യുകയും അവരുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫുട്ബോൾ കൾച്ചർ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു സ്റ്റേഡിയം പണിതത് കൊണ്ട് മാത്രം ഇപ്പം VD സതീശന്റെ ആ ഒരു സ്പീച്ചിനകത്തുണ്ട് നമ്മളുടെ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾക്കൊക്കെ അവർക്ക് നിലവാരമുള്ള പ്രാക്ടീസ് സെക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊരു സ്റ്റേഡിയം മാത്രം പണിതത് കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന സാധനമല്ല. മറിച്ച് നമുക്കിവിടെ നല്ല ഇൻവെസ്റ്റേഴ്സ് വരണം, നല്ല അക്കാഡമീസ് വരണം. അതിപ്പോ പുറത്തുനിന്നുള്ള അക്കാഡമീസ് ഒക്കെ ആണെങ്കിൽ പോലും പുറത്തുനിന്നൊക്കെയുള്ള അക്കാഡമീസ് വരണം. നമ്മുടെ സിസ്റ്റംസ് ഒരുപാട് മാറാനുണ്ട്. നമ്മുടെ സ്കൂളുകളിലെ സിസ്റ്റംസ് മാറാനുണ്ട്. നമ്മുടെ ഇപ്പോൾ ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെയുള്ള സ്പോർട്സ് ഇവന്റുകളുടെയൊക്കെ ആ ഒരു സ്റ്റൈല് തന്നെ മാറേണ്ടിയിരിക്കുന്നു, ആ ഒരു സിസ്റ്റം തന്നെ മാറേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കൂടി കുറെ നമ്മൾ പ്ലാൻ ചെയ്തെങ്കിൽ പിന്നെ നമ്മുടെ ഗ്രാസ് റൂട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊരു സ്റ്റേഡിയം പണിതത് കൊണ്ട് ഒരിക്കലും വരണമെന്നില്ല. അപ്പോൾ അതിന് നമുക്ക് വേറൊരു പ്ലാൻ തന്നെ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ മാക്സിമം ചർച്ച ചെയ്യേണ്ടവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഒരു നല്ല ഒരു ഫുട്ബോൾ സ്റ്റേഡിയമോ അല്ലെങ്കിൽ ഫുട്ബോൾ പ്ലാനോ, ഫുട്ബോളിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനോ ഉണ്ടാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കുമെന്നൊരു വിശ്വാസത്തോടു കൂടി താങ്ക് യു.